നിങ്ങൾ ഒരു പെർഫ്യൂം അല്ലെങ്കിൽ കോസ്മെറ്റിക് കൗണ്ടറിൽ പോകുമ്പോൾ അവിടുത്തെ ജീവനക്കാർ നിങ്ങളുടെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മളപ്പം അത്തരം ഇടങ്ങളിൽ, അതായത് ഈ പെർഫ്യൂം കോസ്മെറ്റിക് കൗണ്ടറുകളിൽ വനിതാ ജീവനക്കാരെ നിയമിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുള്ള ചില വിശകലനങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന കണ്ടെത്തലുകളെന്ന് നമുക്ക് ഒന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. ഈ പറഞ്ഞ വിവരങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് വനിതാ ജീവനക്കാർക്ക് ഉപഭോക്തൃ സംതൃപ്തി കൂട്ടാനും പിന്നെ വിൽപ്പന തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താനും സ്റ്റോറിന്റെ ആ ഒരു ആകർഷണീയത വർദ്ധിപ്പിക്കാനും കഴിയുക എന്നതാണ്. ഇത് വെറും ഒരു സ്റ്റാഫിംഗ് തീരുമാനം മാത്രമല്ല, അതിനപ്പുറം ബിസിനസിനെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്ന് നോക്കാം. ഇതിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉപഭോക്താക്കൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ ഒരു ആത്മവിശ്വാസവും സൗകര്യവും അനുഭവപ്പെടുന്നു എന്നതാണ്. പെർഫ്യൂം, ക്രീം പോലുള്ള കുറച്ച് പേഴ്സണലായ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരു വനിതാ സ്റ്റാഫിനോട് അവർക്ക് കൂടുതൽ എളുപ്പം തോന്നുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈയൊരു കംഫർട്ട് ഇത്ര പ്രധാനമാകുന്നത്? അതൊരു നിർണായക ഘടകം തന്നെയാണ്. കാരണം ഉപഭോക്താവിന് ഒരു മടിയും കൂടാതെ ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും പറ്റണം. അതായത് ഇപ്പോൾ ഒരു പ്രത്യേക സ്കിൻ പ്രശ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചോ ചിലപ്പോൾ ഒരു പുരുഷ ജീവനക്കാരനോട് സംസാരിക്കാൻ ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പോൾ ആ ഒരു തടസ്സം ഒഴിവാകുമ്പോൾ സ്വാഭാവികമായും സ്റ്റോറിനോടുള്ള വിശ്വാസം കൂടും. അതൊരു നല്ല അനുഭവമായി മാറും, അല്ലേ? ശരിയാണ്. അടുത്തതായിട്ട് വിൽപ്പനയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വനിതാ സ്റ്റാഫ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അത് കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒന്ന് സ്വയം ടെസ്റ്റ് ചെയ്യാനോ, ഒരു പെർഫ്യൂം മണത്തു നോക്കാനോ, അല്ലെങ്കിൽ സ്കിൻ ടോണിന് ചേർന്ന ഫൗണ്ടേഷൻ കണ്ടെത്താനോ, ഇതിനൊക്കെ കൂടുതലൊരു സ്വാഭാവികത കിട്ടുന്നു അത്രേ. അതെ, ഈ സ്വാഭാവിക അനുഭവം വളരെ പ്രധാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉപഭോക്താവിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു ചിന്തയിൽ നിന്ന് പതിയെ ഇതെനിക്കിഷ്ടപ്പെട്ടു, ഇത് വാങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഇതിനെ നമ്മൾ സെയിൽസ് കൺവേർഷൻ റേറ്റ് എന്ന് പറയും. അതായത് സ്റ്റോറിൽ വരുന്നവരിൽ എത്ര പേർ ശരിക്കും സാധനം വാങ്ങുന്നു എന്നതിന്റെ ഒരു കണക്ക്. അത് കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഉൽപ്പന്നം അവർക്ക് എങ്ങനെ ചേരുമെന്ന് നേരിട്ട് അനുഭവിച്ചറിയാൻ ഒരു അവസരം കിട്ടുകയാണല്ലോ. അതുപോലെ ഈ ഉയർന്ന ലാഭം കിട്ടുന്ന ഉൽപ്പന്നങ്ങളിലെ, അതായത് പെർഫ്യൂമുകൾ, പ്രീമിയം ക്രീമുകൾ, കോസ്മെറ്റിക്സ്, ഇവയുടെയൊക്കെ വിൽപ്പന കൂട്ടാനും ഇത് സഹായിക്കുമെന്നും ഈ വിവരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ അപ്സെല്ലിംഗ്, അതായത് വാങ്ങാൻ ഉദ്ദേശിച്ചതിലും കുറച്ചുകൂടി മെച്ചപ്പെട്ടതോ വില കൂടിയതോ ആയ ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുക. അതുപോലെ ക്രോസ് സെല്ലിംഗ്, ഒരു സാധനം വാങ്ങുമ്പോൾ അതുമായി ചേർന്ന മറ്റൊന്നുകൂടി, ഉദാഹരണത്തിന് ഫൗണ്ടേഷന്റെ കൂടെ ഒരു പ്രൈമർ, അങ്ങനെയൊക്കെ നിർദ്ദേശിക്കുക. ഇതൊക്കെ വനിതാ സ്റ്റാഫ് ചെയ്യുമ്പോൾ കൂടുതൽ ഫലപ്രദമാകാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഇതിലെന്തെങ്കിലും ശരിക്കും ഒരു വ്യത്യാസമുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിശ്വാസവും സൗകര്യവും അതും ഇവിടെ ഒരു ഘടകമാണ്. ഉപഭോക്താവിന്റെ ആവശ്യം എന്താണെന്ന് നന്നായി മനസ്സിലാക്കി അവരുടെ ഒരു പേഴ്സണൽ താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് വെറും ഒരു കച്ചവടമായിട്ട് തോന്നില്ല. പ്രത്യേകിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ കൂടുതൽ താല്പര്യവും ഒരുപക്ഷെ അറിവുമുള്ള ഒരാൾ നിർദ്ദേശിക്കുമ്പോൾ ഉപഭോക്താക്കൾ അത് സ്വീകരിക്കാനുള്ള സാധ്യത അത് കൂടും. ഇത് തീർച്ചയായും ബിസിനസിന്റെ ലാഭം കൂട്ടാൻ നേരിട്ട് സഹായിക്കും. പിന്നെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്ക് പൊതുവെ ഒരു സ്വാഭാവികമായ താല്പര്യവും അറിവും ചിലപ്പോൾ കൂടുതലുണ്ടാവാമെന്നും അത് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും കൗണ്ടറിലെ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് അട്രാക്റ്റീവാക്കാനും സഹായിക്കുമെന്നും ഒരു നിരീക്ഷണമുണ്ട്. ഇത് സ്റ്റോറിന് മൊത്തത്തിലൊരു പ്രീമിയം ഫീൽ നൽകില്ലേ? അതെ, തീർച്ചയായും. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരല്ലോ, അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതും പ്രധാനമാണ്. ഇത് സ്റ്റോറിന്റെ ബ്രാൻഡ് ഇമേജ് മെച്ചപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കോസ്മെറ്റിക് കൗണ്ടറിൽ നല്ല വൃത്തിയും വെടിപ്പുമുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരു വനിതാ സ്റ്റാഫ് ഉണ്ടാകുമ്പോൾ ആ സ്റ്റോറിന് കൂടുതൽ ഒരു പ്രൊഫഷണൽ, ഒരു ബ്യൂട്ടി ഡെസ്റ്റിനേഷൻ എന്നൊരു തോന്നൽ അത് നൽകാൻ സാധിക്കും. ഇത് വെറുതെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലം എന്നതിനപ്പുറം ഒരു എക്സ്പീരിയൻസ് ആയി മാറും. ഓക്കെ, അവസാനമായിട്ട് നല്ല സേവനവും ഒരു പേഴ്സണൽ ശ്രദ്ധയും കിട്ടിയാൽ കസ്റ്റമേഴ്സ് സ്ഥിരമായി വരാനും ഒരു പക്ഷേ അതേ സെയിൽസ് ഗേളിനെ തന്നെ വീണ്ടും അന്വേഷിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇത് ഒരു ലോങ് ടേം ബന്ധമുണ്ടാക്കുകയേ?
തീർച്ചയായും നല്ല അനുഭവങ്ങൾ കിട്ടിയാൽ ഉപഭോക്താക്കൾ വീണ്ടും വരും, അത് ഉറപ്പാണ്. ഇതിനെയാണ് നമ്മൾ കസ്റ്റമർ ലോയാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഉപഭോക്തൃ വിശ്വസ്തത അത് കൂടും. സ്ഥിരം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസിന്റെയും നട്ടെല്ലാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വിശകലനങ്ങൾ അനുസരിച്ച് കോസ്മെറ്റിക് കൗണ്ടറിലെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത് വെറുമൊരു നിയമനം എന്നതിലുപരി ഉപഭോക്തൃ അനുഭവം, വിൽപ്പനയുടെ അളവ്, ലാഭം, സ്റ്റോറിന്റെ ബ്രാൻഡ് മൂല്യം ഇതിനെയെല്ലാം ഗണ്യമായി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു തന്ത്രപരമായ തീരുമാനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിൽ കണ്ട പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു പറഞ്ഞാൽ, വനിതാ സ്റ്റാഫ് കാരണം ഉപഭോക്താക്കൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കൂടുതൽ സൗകര്യവും ആത്മവിശ്വാസവും ലഭിക്കുന്നു. ഡെമോൺസ്ട്രേഷനുകളുടെയും ആ ഒരു സ്വാഭാവിക ഇടപെടലുകളുടെയും വിൽപ്പന കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉയർന്ന ലാഭമുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. പിന്നെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അറിവും നല്ല അവതരണവും അത് സ്റ്റോറിന്റെ ഇമേജ് മെച്ചപ്പെടുത്തുന്നു. ഒപ്പം ഇത് സ്ഥിരം ഉപഭോക്താക്കളെ ഉണ്ടാക്കാനും സഹായിക്കുന്നു. അതെ. അപ്പോൾ ഈ ചർച്ചയുടെ വെളിച്ചത്തില് നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം ഇതാ. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കസ്റ്റമേഴ്സിന്റെ സൗകര്യവും സ്റ്റാഫുമായിട്ടുള്ളൊരു പേഴ്സണൽ കണക്ഷനും ഒക്കെ പ്രധാനമാണെന്ന് നമ്മൾ കണ്ടല്ലോ. ഇതുപോലെ മറ്റേതൊക്കെ റീറ്റെയിൽ മേഖലകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ വിൽക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വിൽക്കുന്ന കടകളിൽ, അതുമല്ലെങ്കിൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നിടത്ത്, അവിടുത്തെ ഉൽപ്പന്നങ്ങൾക്കും വരുന്ന ഉപഭോക്താക്കളുടെ പ്രത്യേകതകൾക്കും അനുസരിച്ച് സ്റ്റാഫിന്റെ ഒരു സ്വഭാവം ശ്രദ്ധിക്കുന്നത്, അതായത് സ്ത്രീ, പുരുഷൻ, പ്രായം, അവരുടെ താല്പര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ഇതുപോലുള്ള ഗുണങ്ങൾ നൽകാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അനുഭവത്തിൽ എന്തു തോന്നുന്നു? ഒന്ന് ആലോചിച്ചു നോക്കൂ.